കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായിക്കാൻ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 51, 52 വേദഭാഗങ്ങളാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 51, 52 വേദഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ അനുഗ്രഹമായ ഒരു തിരുവെഴുത്താണ് ഇന്ന് രാത്രി സർവശക്തനായ ദൈവം നമുക്ക് നൽകിയത്. വായിച്ചു കേൾക്കപ്പെട്ട ആ വചനങ്ങൾക്ക് മുൻപാകെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. രാത്രിയില് വായിച്ച തിരുവെഴുത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളോട് വ്യക്തമായി ഇടപെടുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ആത്മതലത്തിൽ, ഭൗതിക മേഖലകളിൽ, ശാരീരിക, മാനസിക, അതിലുപരിയായി ആത്മീക വളർച്ചയിൽ കർത്താവെ അത് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചില ഇടിവുകളെ നികത്തിക്കൊണ്ട് ചില പണികളെ പൂർത്തീകരിച്ചുകൊണ്ട് ചില മാനസിക സംഘർഷങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ടൊരു ദൈവപ്രവൃത്തി ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുവചനത്തിലൂടെ കർത്താവിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് മേൽ അതിശക്തമായി വെളിപ്പെടും. സ്വർഗം അതിനായിട്ട് കൈപിടിച്ച് നിർത്തും, നടത്തും. ഞങ്ങൾ അറിയുന്നു, കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങളാണ് വായിച്ചത്. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുകയാ ഉവ്വ്. എന്നാൽ അവൻ പിന്നെയും അവരോട് പറയുന്നു, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന, അപ്പൊ ഇത് ഈ മേൽഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങൾ സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ഇന്ന് രാത്രിയിൽ എന്റെ ചിന്തകൾക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വാക്യത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രമേയം നൽകി ഞാൻ അതിനെ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് അവിടുന്ന് ടൈറ്റിൽ കൊടുക്കാം, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ശാസ്ത്രി. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ശാസ്ത്രി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതെന്താണ് എന്നുള്ളതായ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ആ ദൈവികമായ സന്ദേശങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തിരുവചനത്തെ ഗ്രഹിച്ച് മുൻപോട്ട് പോകുക. സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഇവിടെ ഉപമകളെ ഗ്രഹിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി സ്വർഗം അവരെ സ്വർഗരാജ്യത്തിന് ശിഷ്യനാക്കി തീർക്കുക മാത്രമല്ല, അവരെ ഒരു ശാസ്ത്രീയ തലത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവപാദപീഠത്തിൽ നിന്ന് വചനം ശ്രവിക്കുന്ന നമുക്ക് വേണ്ടിയും കർത്താവ് ചില പ്രവൃത്തികളെ ചെയ്യട്ടെ, മറ്റു ചില തലങ്ങളിലേക്ക് ഉയർത്തിപ്പെട്ടു കൊണ്ടുവരുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, മത്തായി സുവിശേഷം പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലെ ആദ്യത്തെ സുവിശേഷമാണ്. അതിന്റെ എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണെങ്കിലും ബൈബിളിന്റെ ക്രമം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മത്തായി സുവിശേഷമാണ്. അറിയാം, ആദ്യത്തെ 3 എണ്ണത്തെ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ചില കാര്യങ്ങളിലൊക്കെ അവർ വ്യത്യസ്തമാണെങ്കിലും ഉള്ളടക്കം, അതിന്റെ പ്രതിപാദന രീതി സാമ്യമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സഹദർശന സുവിശേഷങ്ങൾ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ ലേവി എന്ന ഇദ്ദേഹത്തെ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ലേവി എന്ന് വിളിക്കപ്പെട്ട മത്തായി ആണ് ഇതിന്റെ എഴുത്തുകാരൻ. അപ്പോ യേശുവിനെ അനുഗമിക്കുന്നതിന് മുൻപ് റോമൻ ഭരണ ആധിപത്യങ്ങൾക്ക് നടുവിൽ ചുങ്കം പിരിക്കുന്ന അല്ലെങ്കിൽ കരം പിരിക്കുന്ന ചുങ്കക്കാരനായിരിക്കുന്ന മത്തായിയെ കുറിച്ചാണ് അതിന്റെ ചരിത്രങ്ങൾ പറയുന്നത്. AD 55-65 കാലഘട്ടങ്ങളിലാണ് പാലസ്തീനിൽ വെച്ച് ഇത് എഴുതപ്പെട്ടു എന്ന് അവൻ പറയപ്പെടുന്നു. അപ്പോ എത്യോപ്യയിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്നു എന്നാണ് മത്തായിയെ കുറിച്ച് അതിന്റെ ചരിത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ചില പ്രത്യേകതകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ, ദൈവം അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടികൾ നിവർത്തിക്കുന്ന, അതായത് വാഗ്ദത്ത മശിഹായെ
അഥവാ യഹൂദന്മാർ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരുടെ രാജാവ് യേശു തന്നെയാണെന്ന് സ്ഥാപിക്കുന്ന സുവിശേഷമാണ്, യേശു തന്നെയാണെന്ന് തെളിയിക്കുന്ന സുവിശേഷമാണ് മത്തായി സുവിശേഷം. നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ദാവീദിനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിവർത്തീകരിക്കുന്ന സുവിശേഷമാണ്, നിവർത്തീകരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 5 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളിലെല്ലാം ദാവീദിനോടും അബ്രഹാമിനോടും ഒക്കെ ദൈവം ചെയ്ത ഉടമ്പടികളുടെ നിവർത്തീകരണങ്ങൾ ഇവിടെ നിവർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, അനേക പഴയ നിയമവാക്യങ്ങൾ, പഴയ നിയമത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട അനവധി തിരുവെഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവ യേശുവിൽ എങ്ങനെയാണ് നിവർത്തീകരിക്കപ്പെട്ടത് എന്ന് മത്തായി സുവിശേഷൻ സുവിശേഷത്തിലൂടെ ഗ്രന്ഥകാരനായി മത്തായി അത് കാട്ടുന്നുണ്ട്. നമുക്കറിയാം, യെശയ്യാവ് 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് മീഖ പ്രവചനം, അങ്ങനെ യിരെമ്യാ പ്രവചനം, സ്തോത്രം, യെശയ്യാവിലെ ഒട്ടുമിക്ക വാക്യങ്ങളുടെയും നിവർത്തീകരണങ്ങൾ ഈ വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ സഖരിയാവ് അങ്ങനെ തുടങ്ങിയ വേദഭാഗങ്ങളിലൊക്കെ പറഞ്ഞ പല ആലോചനകളുടെ നിവർത്തിയും ആലോചനകളും മത്തായി സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നു എന്നുള്ളത് ഈ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോ 1-ാം അധ്യായം തന്നെ നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ വംശാവലിയാണ് പറഞ്ഞ് ആരംഭിക്കുന്നത്. യേശു അബ്രഹാമിനും ദാവീദിനും നൽകിയ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയാണ് എന്ന് അതിനകത്ത് നിന്നുകൊണ്ട് തെളിയിക്കപ്പെടുകയാണ്. അപ്പോ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിവർത്തീകരിക്കപ്പെടാതിരിക്കുന്നില്ല, അത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഉൽപ്പത്തിയിൽ എന്ത് പറഞ്ഞുവോ, ശമൂവേലിന്റെ പുസ്തകങ്ങളിൽ എന്ത് പറഞ്ഞുവോ, ദാവീദിനോടും അബ്രഹാമിനോടും ഒക്കെ ദൈവം എന്താണോ സംസാരിച്ചത്, ഉടമ്പടി ചെയ്തത്, അതിന്റെ ഒരു നിവർത്തീകരണത്തിന്റെ അധ്യായമാണ് 1-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ. അങ്ങനെയെങ്കിൽ പ്രിയരെ, കർത്താവ് നമ്മോട് കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ നിമിഷങ്ങളിൽ, കഴിഞ്ഞ രാത്രികളിൽ ഏതെല്ലാം തലത്തിലൂടെയുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ പിൻപിൽ കർത്താവ് ചെയ്തുവോ, അറിയിച്ചുവോ, അതിന്റെ ഒരു നിവർത്തീകരണം ചെയ്യപ്പെടുന്ന ഒരു അധ്യായം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രമീകരണം കർത്താവ് നമ്മുടെ മേൽ നൽകുമെന്ന് എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ വലിയ ഉറപ്പ് പ്രാപിക്കുകയാണ്. ഈ വാക്യങ്ങൾ പറയുമ്പോൾ തന്നെ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ഏകദേശം 400 വർഷത്തിന്റെ ഒരു ഇടക്കാല അനുഭവങ്ങൾ ഇതിന്റെ മധ്യ വന്നിട്ടുണ്ടെങ്കിലും, ഇരുണ്ട യുഗമെന്നറിയപ്പെടുന്ന സ്തോത്രം അനുഭവങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ വന്നിട്ടുണ്ടെങ്കിലും, ഇടക്കാല ചരിത്രമായി നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ ഇതിന്റെ നടുവിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും, ദൈവത്തിന് സ്തോത്രം, അതിന്റെ വാഗ്ദത്തങ്ങളുടെ ഒരുക്കങ്ങളുടെ സമയങ്ങളും അതിന്റെ പൂർത്തീകരണങ്ങളും സ്വർഗത്തിലെ ദൈവം കൃത്യതയോടെ കൃത്യ ടൈമിൽ വെളിപ്പെടുത്തിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ബ്രാക്കറ്റ് പീരീഡ് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് കാണുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന ഒരു അനുഭവം, അപ്പുറവും ഇപ്പുറവും ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് അനുഭവിക്കുന്നു എങ്കിൽ, കർത്താവ് പറയാ, ബ്രാക്കറ്റിന് വെളിയിലേക്ക് കൊണ്ടുവരുന്ന ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതിലെ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശബന ഹതുരി ജനഘടക പൗഡവൽഖവന യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ അത് നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മത്തായി സുവിശേഷത്തിലൂടെ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിറക്കത്തക്ക നിലയിൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ചരിത്രങ്ങളിൽ നിൽക്കുന്ന തലത്തിൽ ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ച ദൈവം നമ്മുടെ ജീവിതം ഒരു ചരിത്രമായി തീരുന്ന അനുഭവത്തിലേക്ക് ബ്രാക്കറ്റിന് വെളിയിൽ കൊണ്ടുവന്ന്
അതിനെ പൂർത്തീകരിക്കുന്ന, ഫുൾ സ്റ്റോപ്പ് വരുത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ചിലരുടെയൊക്കെ പേരുകളെ വിളിച്ച് ദൈവാത്മാവിന്റെ രാത്രി വളരെ കൃത്യതയോടെ ഇടപെടുകയാ. ആത്മാവിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവകൃപയ്ക്കായി പലരും ആരാധിക്കുന്നു, പലരും ഇതിനെ സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അത് അവണ്ണം തന്നെ, ഹല്ലേലൂയ, ഒട്ടും സ്റ്റോപ്പ് വരുത്താതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നു. കർത്താവിൽ എല്ലാ വിടുതലുകളും സംഭവിക്കട്ടെ. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഒക്കെ പറയുവാനുള്ള ആമേ സ്തോത്രം, ആമേ പറയുന്ന ആമേ സ്തോത്രം അനുഭവങ്ങളാണ്, പശ്ചാത്തലങ്ങളാണ് ഈ സുവിശേഷത്തിനുള്ളത്. അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പ്രത്യേകതകൾക്ക് ആമേ വിരാമം ഇട്ടുകൊണ്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോ ഈ ഗ്രന്ഥത്തില് അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൽ രാജ്യം എന്ന പദം 50 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. രാജ്യം എന്ന പദം, അതില് 30 പ്രാവശ്യം ആമേൻ സ്തോത്രം സ്വർഗരാജ്യം എന്ന പദം കൊടുത്തിട്ട് ഉണ്ട് എന്നാണ് ആമൻ ഇവിടെ ആമൻ പറഞ്ഞിരിക്കുന്നത്. ആമൻ രാജാവ് എന്ന പദം 7 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ആമൻ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. രാജാവ് എന്ന പദം, രാജ്യം എന്ന പദം, സ്വർഗരാജ്യം എന്ന പദങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായി. തിത്താക്കോൽ പദം സ്വർഗരാജ്യമാണ്. അതിന്റെ വാക്യം 4:17 അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആമേൻ വിശദീകരിക്കുന്നില്ല. ആമേൻ. കർത്താവായ യേശുക്രിസ്തു പ്രസംഗം തുടങ്ങുന്നത് തന്നെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് ആമ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നുള്ളതായ സംബോധനയോടുകൂടിയാണ് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങുന്നത്. അപ്പോ സുപ്രസിദ്ധമായ പർവ്വത പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപങ്ങളൊക്കെ 5, 6, 7 അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒത്തിരി വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ മത്തായി സുവിശേഷത്തില് 13-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഉപമകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഉപമകളെ കുറിച്ചുള്ള കർത്താവിന്റെ ദാസൻ അത് തൊട്ട് ഒന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. നല്ല നിലത്ത് വീണ വിത്തുകളെ കുറിച്ചൊക്കെ ഉള്ളതായ പ്രാരംഭ സമയങ്ങളിൽ, പ്രാരംഭ ഭാഗങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോ 13-ാം അധ്യായത്തില് 7 ഉപമകളെ പ്രത്യേകമായിട്ട് ആമേൻ സ്തോത്രം എടുത്തു കാണിക്കുന്നുണ്ട്. 7 ഉപമകൾ. അത് ഒന്നാമത് വിതയ്ക്കുന്നവന്റെ ഉപമ പറയുന്നുണ്ട്. 2 ഗോതമ്പും കളയും ആമേൻ അതിന്റെ ഉപമ പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം കടുക് മരത്തിന്റെ ഉപമകൾ പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം സ്വർഗത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, നിധി, ആമേൻ മുത്ത്, വല, ഇങ്ങനെയുള്ളതായ പ്രത്യേക കാര്യങ്ങളെയൊക്കെ എടുത്ത് ആമേൻ സ്തോത്രം ഉപമകളെ ആമേൻ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ദൈവിക പ്രവചനത്തിന്റെ നിവൃത്തിയാണ് യേശുക്രിസ്തുവിൽ ആമേൻ കാണുവാൻ കഴിഞ്ഞത്. സങ്കീർത്തനം 78-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഉപമ പ്രസ്താവിപ്പാൻ അവൻ ഞാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ പറയും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തിയുടെ ഇവിടെ അത് നിവൃത്തിയാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്തമായ ഉപമകളെ കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോ ഉപമ എന്നതിനെ വിശേഷിപ്പിക്കുന്ന കാര്യം എന്നത് പറയുമ്പോൾ അത്ര പരിചയമില്ലാത്ത ഒരു കാര്യത്തെ അവതരിപ്പിക്കുവാനായി പരിചിതമായിട്ടുള്ള കാര്യത്തെ മുൻനിർത്തി ആമേൻ എടുത്തു കാണിക്കുകയാണ്. അപ്പോ ആമേൻ അതിനോട് ബന്ധപ്പെടും. നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിചിതമായിട്ടുള്ള ചില വസ്തുക്കളെ, കാര്യങ്ങളെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോ ഈ സ്തോത്രം ഇവിടെ സ്വർഗരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് ജനത്തിന്റെ ഇടയിൽ ശിഷ്യന്മാരുടെ മേൽ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ വലിയ പിടുത്തമില്ല. പക്ഷെ പരിചയമില്ലാത്ത ആ കാര്യത്തെ എത്ര ലളിതമായ വസ്തുക്കളെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഒരു വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞുകൊണ്ട് ഗോതമ്പിന്റെ നടുവിൽ കള പിടിച്ചു കയറുമ്പോൾ ഹല്ലേലൂയ അങ്ങനെ ശത്രു വന്ന് കീഴ്പ്പെടുത്തുന്ന തലത്തിൽ കൊണ്ടുവരുന്ന പദ്ധതികൾ
കടുക് സസ്യത്തിന്റെ വളർച്ചയോടനുബന്ധമായി നിധി കണ്ടെത്തിയ മനുഷ്യൻ സ്തോത്രം സ്വർഗരാജ്യം വിലയേറിയ മുത്തെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ സ്തോത്രം വ്യത്യസ്തമായ നമുക്ക് മനസ്സിലാകുവാൻ പറ്റുന്ന ചില അനുഭവങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നുകൊണ്ട് സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീന് പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ? പത്രോസിനോട് വലയുടെ കാര്യം പറഞ്ഞ പത്രോസിന് മനസ്സിലാകും. സ്തോത്രം. കടുകുമണിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. സ്തോത്രം. നീതിയെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ പരിചിതമായ ചില കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പരിചയമില്ലാത്ത ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പിക്ചറാണ് ഈ അധ്യായങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉപമകളെ കുറിച്ചൊക്കെയുള്ള ഒത്തിരി ഭാഗങ്ങൾ സ്തോത്രം. അതിന്റെ രൂപക അലങ്കാരം, രൂപക കഥകൾ എന്നൊക്കെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോ എത്ര മാത്രമേ ഉള്ളൂ, കേൾവിക്കാരെ എങ്ങനെയും ആകർഷിക്കുക. അപ്പൊ കേൾവിക്കാരെ എങ്ങനെയും ആകർഷിക്കുക. ഇതാ സ്വർഗരാജ്യവും വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം എന്ന് പറയുമ്പോൾ ആരാ കാതോർത്ത് കേൾക്കാതിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതാണ് ദൈവവചനത്തിന്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത്. ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന, പിന്നെയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിനകത്തു നിന്നും വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന തലത്തിലാണ് കർത്താവിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ വചനവും അതിന്റെ ശക്തിയും സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള മഹത്വകരമായ വിശേഷണങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ വചനങ്ങൾ സ്തോത്രം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ, നാം ഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ റൂമുകൾക്കകത്തത് വിടുതലുകൾ സംഭവിക്കുന്നു. നമ്മുടെ വീടുകൾക്കകത്തത് വിടുതൽ സംഭവിക്കുന്നു. നമ്മുടെ മേൽ ആ വിടുതലുകൾ നടക്കുന്നു. തലമുറ മേൽ അത് വിടുതലുകൾ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേകമായിട്ടുള്ള വിടുതലുകൾ ഇടിച്ചു കയറി ചെല്ലുന്ന തലത്തിലേക്ക്, ശിഷ്യന്മാരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് അത് കയറി ചെന്ന് സ്ഥാനം പിടിക്കുന്ന അനുഭവത്തിലേക്ക് സ്വർഗരാജ്യത്തിന്റെ വിശേഷണങ്ങളെ, അതിന്റെ മർമ്മങ്ങളെ, ഉപമകളെ പ്രസ്താവിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അങ്ങനെ ഉള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി തമ്പുരാൻ ചെയ്യട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് അത് വിടുതലാകട്ടെ. തലമുറകളുടെ മേൽ കെട്ടിക്കിടക്കുന്ന ഈ അനുഭവത്തിൽ സ്തോത്രം കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് അതിനെ അഴിച്ചുവിടുന്ന തലത്തിലേക്ക് ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി അതിശക്തിയോടെ തുളച്ചു ചെല്ലുന്ന കയറി വിടുവിക്കുന്ന വിടുവിച്ചെടുക്കുന്ന കീറി മുറിക്കുന്ന തലത്തിലേക്ക് പ്രത്യേകമായ ചില വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കേൾവിക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തലത്തിലേക്കാണ് ഈ ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് സർവശക്തനായ കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ ആകർഷകമായ രീതിയിൽ അതിന്റെ സവിശേഷതകളെ പറഞ്ഞു, അതിന്റെ തുല്യതകളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വലിയ അനുഭവങ്ങളിൽ ഇത് പറയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ അധിപതി ദൈവമാണ്. യഹോവ തന്നെയാണ് സർവശക്തനായ ദൈവത്തിന്റെ പരമാധികാരിയായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല, മറ്റു വിശദീകരണങ്ങളിലൊന്നും പോകുന്നില്ല. അപ്പോ കർത്താവിന്റെ പ്രസംഗം, കർത്താവിന്റെ സംസാരം, കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് മൊത്തം സ്വർഗരാജ്യത്തെ കുറിച്ചാ, ദൈവരാജ്യത്തെ കുറിച്ചാ. അപ്പോൾ ഭൂമിയിലായിരുന്ന സമയങ്ങളിൽ മുഴുവൻ കർത്താവ് പറഞ്ഞ വിഷയം എല്ലാം എന്തിനെ കുറിച്ചായിരുന്നു? ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ കർത്താവ് സംസാരിച്ചത്. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകളായി ആ രാജ്യത്തിന്റെ വരവിന് വേണ്ടിയാണ് നാമം കാത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്തിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി, ആ നല്ല രാജ്യത്തിന്റെ അവകാശികളായി തീരുന്നതിന് വേണ്ടിയാണ് നാമും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനേക്കാളും യേശു സംസാരിച്ചത് സ്വർഗരാജ്യം. അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, സ്തോത്രം സഞ്ചരിച്ചു, രോഗികളെ സൗഖ്യമാക്കി, വിശക്കുന്നവർക്ക് അപ്പം കൊടുത്തു, ദാഹിച്ചവർക്ക് വെള്ളം കൊടുത്തു. എല്ലാ കാര്യങ്ങളും അതിന്റെ പിന്നാലെ ചെയ്തുവെങ്കിലും ഏറ്റവും കൂടുതൽ സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെയാണ് സർവശക്തനായ
സർവശക്തനായ കർത്താവ് അവിടെ വെളിപ്പെടുത്തുവാനിടയായത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, കർത്താവിന്റെ സ്തോത്രം സ്തോത്രം, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമ്മുടെ ചിന്ത മുഴുവൻ ഉയരത്തിലുള്ളതില് മാത്രമായിരിക്കട്ടെ. സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശയായിരിക്കട്ടെ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയായിരിക്കട്ടെ. യേശുവുള്ള ഇടങ്ങളിൽ, യേശുവുള്ള ഇടത്ത് പോകുന്നതിന് വേണ്ടി ഉള്ളതായ തൽപരരായിരിക്കട്ടെ. ഭൂമിയുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉയരത്തിലുള്ളതിനെ ചിന്തിച്ചു മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആമേൻ, ഈ ഉപമകളെല്ലാം കർത്താവ് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ചോദിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെടുവാൻ ഇടയായത്. ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ എന്നതിന് അവർ പറയുകയാണ്, ആമേൻ സ്തോത്രം, ഞങ്ങൾ ഗ്രഹിച്ചു എന്ന അർത്ഥത്തോടു കൂടി ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു, ഉവ്വ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. അപ്പൊ സ്വർഗരാജ്യത്തിന് ആരായി തീർന്നു? ശിഷ്യനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ തന്നെ പിൻപറ്റി നിന്ന ആ ശിഷ്യവൃന്ദങ്ങളെ മുൻപോട്ട് കൊണ്ടുവന്നിട്ട് പറയുക, നിങ്ങൾ ആരായി തീർന്നു? സ്വർഗരാജ്യത്തിന് ശിഷ്യരായി തീർന്നു. ഡിസൈപ്പിൾ എന്ന പദമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവനാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് തുല്യമാണ്. ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു പിൻഗാമിക്ക് തുല്യമാണ്. ശിഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടാകുന്നത്. ശിഷ്യനാണ് ആരാണ്? ഒരു വിദ്യാർത്ഥിയാണ്. കർത്താവിനെ പിൻഗമിക്കുന്നവനാണ്. കർത്താവിനെ സ്തോത്രം അനുഗമിക്കുന്നവരാണ്, ഫോളോവറാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങനെ ഉള്ള ഒരു അനുഭവത്തിലേക്കാണ്, ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവരെ കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം ഇതിനെക്കുറിച്ച്, ഈ ശിഷ്യത്വത്തെ കുറിച്ച് പീറ്റർ മെയ്ഡൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: 2 മണിക്കൂറുള്ള ഓട്ടമല്ല, ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനൊപ്പം ജീവിക്കുന്ന ജീവിത ശൈലിയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അത് ചില മണിക്കൂറുകൾ മാത്രം കർത്താവിന്റെ ശിഷ്യനായി മാറുക എന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന, ക്രിസ്തുവിനെ അരികിലിരുന്ന് പഠിക്കുന്ന, ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരനുഭവത്തിലേക്കാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ശിഷ്യനായി തീർന്ന, ഹല്ലേലൂയ, കർത്താവിനോട് കൂടെ ആ ദൗത്യത്തിൽ പങ്കുചേരുന്ന അച്ചടക്കമുള്ള ഒരു ശിഷ്യത്തെ അനുഭവത്തിലേക്കാണ് ദൈവസന്നിധിയിൽ ഇവരെ മുൻപോട്ട് കൊണ്ടുവരുന്നത്. ഗുരുവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ശിഷ്യൻ, അല്ലെ? ആയുസ് മുഴുവൻ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അവരുടെ ആയുസ് മുഴുവൻ ദൈവസന്നിധിയിൽ ചെലവഴിക്കുകയാണ്. കർത്താവിന് വേണ്ടി എന്തും ചെയ്യുന്നവർ ആയിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ. അപ്പോ എപ്പോഴും വില്ലിങ് ആയിരിക്കുന്ന ഒരു അനുഭവമാണ് ശിഷ്യനെ കുറിച്ച്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? വെറും ഒരു വിശ്വാസി മാത്രമായി ഇരിക്കുവാനല്ല കർത്താവ് നമ്മെ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരാക്കി തീർത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ആ ഗുരുവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു അനുഭവം, നമ്മുടെ ആയുസ് മുഴുവൻ കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അനുഭവം, കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ സന്നദ്ധയോടെ ഇരിക്കുന്ന ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവത്തെയാണ് സർവശക്തനായ ദൈവം നമുക്ക് മുൻപാകെ വെളിപ്പെടുത്തുന്നത്. അത് കർത്താവ് കാണിച്ചു തന്ന മാതൃകയും അത് തന്നെയായിരുന്നു. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാ. അവനെ പിന്തുടരാനാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിനെ പിൻപറ്റുവാനാണ് കർത്താവ് പറഞ്ഞത്. തന്നെ താൻ ത്യജിച്ചുകൊണ്ട് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുന്നവനാണ് എന്റെ ശിഷ്യനായി തീർന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥമായി സ്വർഗരാജ്യത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കുന്നവനാണ്, ആ സ്വർഗരാജ്യത്തിന്റെ വിശേഷണതകളെ മനസ്സിലാക്കുന്നവനാണ്, അതിനെ പഠിക്കുന്നവനാണ്, അതിനെ അനുഭവിക്കുന്നവനാണ്, സ്വർഗരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ സന്നദ്ധനായി നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയരെ, ഈ തിരുവെഴുത്തിലൂടെ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യത്തക്ക രീതിയിൽ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിന് വേണ്ടി സ്വന്തം ചിലത് ചെയ്യുവാൻ. ഹല്ലേലൂയ. ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പിച്ച
ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥം ഉണ്ടാകണമല്ലേ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണം. നമ്മുടെ ജീവിതം വെറും 70, 60 അല്ലെങ്കിൽ 80, 90 വയസ്സുകളൊക്കെ ജീവിച്ച് വെറുതെ ജീവിച്ച് ഈ ലോകത്തിൽ നിൽക്കാതെ, നടക്കാതെ, ജീവിക്കാതെ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി ഒക്കെ കഷ്ടപ്പെടുമ്പോൾ ഈ ഭൂമിയുടേതായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ കഷ്ടതകളെ ഒക്കെ സഹിച്ച് ക്ഷമിച്ച് നിന്നുകൊണ്ട് എല്ലാം ചെയ്തെടുക്കുമ്പോൾ ഇത് രാത്രി തമ്പുരാൻ നമ്മോട് പറയുകയാണ്, ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ്, ഇതെല്ലാം ഇവിടം കൊണ്ട് തീരുന്നതാണ്, ഇതെല്ലാം തീക്കിരയായി പോകുന്നതാണ്, ഇതെല്ലാം വിധിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിലനിൽക്കുന്ന സ്തോത്രം, സ്തോത്രം, ഒരനുഭവത്തിലേക്ക്, നിലനിൽക്കുന്ന ഒരു പദവിയിലേക്ക്, നിലനിൽക്കുന്ന ഒരു നിത്യമായ ഫലത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന, സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണികൾക്ക് വേണ്ടി ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തിരുവചനം പഠിക്കുന്നുവെങ്കിൽ അത് വിശ്വസ്തയോടെ, തിരുവചനം പഠിക്കുന്നുവെങ്കിൽ അത് ആവശ്യബോധത്തോടെ, തിരുവചനം പഠിക്കുന്നുവെങ്കിൽ അത് കർത്താവിനെ മഹത്വമായി തീരേണ്ടതിന് വേണ്ടി, തിരുവചനം ഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രസംഗിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ സകലതും കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കുന്ന അനുഭവത്തിലേക്ക് ആയിത്തീരുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് രാത്രി ആലോചനകളെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ തിരുവെഴുത്തുകൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇത് ഗ്രഹിക്കുവാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് രാത്രി കൃത്യതയോടെ തമ്പുരാൻ ചിലരെ നോക്കി പറയുകയാണ്, ഇതാ പൗലോസിനെയും ശീലാസിനെയും വേർതിരിച്ച ഒരു സഭ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ പൗലോസും ശീലാസും നിൽക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ പറഞ്ഞയക്കുന്ന, കൈവച്ച് അനുഗ്രഹിച്ചവരെ പറഞ്ഞു വിടുന്ന ഒരു അനുഭവം, അങ്ങനെ ശിഷ്യരാക്കി തീർക്കുന്ന ആ ഒരു അപ്പോസ്തലത്വത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ കർത്താവിന്റെ രാത്രി നമ്മുടെ ഇടയിൽ ആ ദൈവ പ്രവർത്തികൾ ചെയ്യുകയാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലരെ പൂർണ്ണ സമയം ഒരുക്കിയെടുക്കുന്നതിലെ അനുഭവങ്ങൾ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അതിവിശ്വസ്തരായി നിൽക്കത്തക്ക നിലകളിൽ ചിലരെ വേർതിരിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ വെളിപ്പെട്ടു വരട്ടെ. ചിലരുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, ഹല്ലേലൂയ, ചിലരെ ശക്തരാക്കുവാൻ, സജ്ജരാക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ചില പ്രവർത്തികൾ ചെയ്യട്ടെ. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഒരനുഭവത്തിലേക്ക് ശിഷ്യന്മാരെ സംബോധന ചെയ്യുന്ന സർവശക്തനായ കർത്താവ് ഇന്ന് രാത്രി വചനത്തിലൂടെ വളരെ കൃത്യതയോടെ നമ്മെ നോക്കി പറയുക, നിങ്ങൾ സ്വർഗരാജ്യത്തിന് ശിഷ്യരാ, സ്വർഗരാജ്യത്തിന് ശിഷ്യരാ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനം പഠിക്കുന്ന നിങ്ങൾ, ദൈവവേല ചെയ്യുന്ന നിങ്ങൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന നിങ്ങൾ സ്വർഗരാജ്യത്തിന് ശിഷ്യരാണ്. ഹല്ലേലൂയ. തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് കർത്താവിന്റെ ക്രൂശിനെ സഹിച്ചു മുൻപോട്ട് പോകുന്ന ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതികൂലങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഒന്നും പതറിപ്പോകാതെ അതിനെ ഉയർത്തിക്കൊണ്ട് ഇന്നും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവർ, ഹല്ലേലൂയ, അവരെ സ്വർഗം കൈവിടത്തില്ലെന്ന്, അവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന്, അവരെ ദൈവം വിടുവിക്കുമെന്ന്. അതുകൊണ്ടാണ് തന്നോടൊപ്പം പടകിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ പ്രതികൂലത്തിന്റെ ചുഴലിക്കാറ്റുകളൊക്കെ അവരുടെ നേരെ വീശിയടിച്ചു. പക്ഷേ സ്തോത്രം, അതിന്റെ നടുവിൽ ഹല്ലേലൂയ, അമരക്കാരനായി നല്ല കർത്താവരെ നിയന്ത്രിക്കുന്ന നിലയിൽ പടകിനെ നിയന്ത്രിക്കുന്ന, കാറ്റിനെയും തിരകളെയും ശാസിക്കുന്ന അനുഭവത്തിൽ തന്റെ ശിഷ്യന്മാരെ ചേർത്തു പിടിച്ചുവെങ്കിൽ അവസാനം വരെയും ചേർത്തു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിപ്പേ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്, ഭയപ്പെടരുത്, കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം ഒരു നാളും തകർന്നു പോകരുത്, ആകുലപ്പെട്ടു പോകരുത്, വ്യാകുലരായി തീരരുത്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി ആത്മാവിലത് വിടുതലായി സംഭവിക്കട്ടെ. ഈ തിരുവെഴുത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് രാത്രി പറയുമ്പോൾ കർത്താവിനോട് പറയുക, ഹൃദയം കലങ്ങി സ്തോത്രം തകർന്നിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ
ഹൃദയത്തിന്റെ തകർച്ചകളിൽ ആയിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ പുറത്തു പറയുവാൻ കഴിയാത്ത രീതിയിൽ ചില മാനസികമായ ചില വിഷമതകളിലൂടെ പോകുമ്പോൾ ഹല്ലേലൂയ ശമാന ഹംതര രദലഗഡഗസി ഹംതരാരകൽക്കര കർത്താവ് ഇന്ന് രാത്രി തന്റെ ശിഷ്യന്മാരോട് ഓർപ്പിച്ചുണർത്തിയതുപോലെ കമല സിസ്റ്ററെ കർത്താവ് ആ ദൂത് ഇന്ന് രാത്രി വചന വെളിപ്പാട് ഇന്ന് രാത്രി പറയുക. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അർത്ഥാൽ ഇങ്ങനെയോ ചില പ്രവൃത്തികൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുമെന്ന് ശമന ഹതുരി ജനഘടക പ്രൗഢവൽക്കമന അർത്ഥരാജകൽക്കരകഥന ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുമെന്ന്. ചില വിഷയങ്ങൾക്ക് നടുവിൽ അവൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഇല്ലാത്ത കഴിഞ്ഞ മാസം വരെയും വന്നിട്ടില്ലാത്ത കലക്കി കളയുന്ന ചില പ്രശ്നങ്ങൾ, തകർത്ത് കളയുന്ന ചില പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് നീ വന്നു നിൽക്കുകയല്ലേ എന്നാൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുക, ശിഷ്യന്മാരെ ചോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ഹൃദയം തകർന്നു പോകരുതേ, കലങ്ങി പോകരുതേ. ഹല്ലേലൂയ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടെ ചില പ്രവർത്തികളെ ദൈവം ചെയ്യുകയാ. ശവന ധഗന അവരിനി എവിടെ പോകുമെന്നാ ചിന്തിച്ചത്, എന്ത് ചെയ്യുമെന്നാ ഭാരപ്പെട്ടത്. അങ്ങനെയെങ്കിൽ എവിടെ പോകുമെന്നും എന്ത് ചെയ്യുമെന്നും എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി തമ്പുരാൻ പറയുകയോ കർത്താവ് ചിലത് പ്രവർത്തിക്കുമെന്ന്, കർത്താവ് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ കർത്താവ് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ശമന ധഗന ഉടവലഹതുരി ജനഘടകസി ഹത്തരാരകൽക്കരകഥന കർത്താവ് ചിലത് കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഹൃദയ തകർച്ചയോടെയല്ലേ അബ്രഹാം മല കയറിയത്. മോരിയ മലയിലേക്ക് കയറുമ്പോൾ ഹൃദയം പിടയുകയാ, കലങ്ങി നിൽക്കുന്ന അനുഭവമാ. സ്തോത്രം തകർന്നു നിൽക്കുന്ന അനുഭവമാ. പക്ഷേ വിശ്വാസത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചവൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചവൻ, വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ചവൻ ഹല്ലേലൂയ അവൻ മല ചവിട്ടി കയറി മുൻപോട്ട് പോകുമ്പോഴും അവൻ വിശ്വസിച്ചത് എന്താ? യഹോവ ചിലത് കരുതിയിട്ടുണ്ട്, യഹോവ ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ചിലർ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, ചിലരെ കൂടി ശിഷ്യത്വത്തിന്റെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ ചിലരെ കൂടി ചോർത്ത് പിടിക്കുന്നതിലെ അനുഭവങ്ങൾ, ചിലരെ കൂടി പഠിപ്പിച്ചെടുക്കുന്നതിലെ അനുഭവങ്ങൾ, ചിലരെ കൂടി ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നതിലെ അനുഭവങ്ങൾ. ശമന രമന സകര ധഗത അതിന്റെ വിശാലതകൾ സംഭവിക്കട്ടെ. സ്തോത്രം പടർന്നു പന്തലിക്കുന്ന തലത്തിലേക്ക് ശമന ഹതുരി ജനഘടകസി ഹത്തരാരകൽക്കര ഇവിടെ ഓർപ്പിക്കപ്പെട്ടതുപോലെ ചെറിയൊരു കടുകുമണിയായിരിക്കാം അല്ലേ, പക്ഷേ സ്തോത്രം അത് തന്റെ വയലിലേക്ക് ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് ഇട്ടെന്ന്. എന്നാൽ എല്ലാ വിത്തിലും അത് ചെറിയതായിരുന്നെങ്കിലും സസ്യങ്ങളിൽ അത് ഏറ്റവും വലുതായി തീർന്നുവെന്ന്. ഹല്ലേലൂയ ശവന സഗത റബൽ കമന ആകാശത്തിലെ പറവകൾ പറന്ന് അടുക്കത്തക്ക നിലകളിൽ അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കമുള്ള നിലവാരത്തിൽ ആ ചെറിയ സസ്യത്തെ, ആ ചെറിയ വിത്തിനെ സസ്യമാക്കി വളർത്തിയെടുത്തവൻ അതൊരു വൃക്ഷമായി തീരത്തക്ക നിലയിൽ അതിന്റെ വളർച്ചയുടെ സകല അവകാശങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തി ചെയ്തുവെങ്കിൽ കർത്താവിന്റെ കർത്താവ് പറയുക ചെറിയ സംരംഭങ്ങളായിരിക്കാം, ചെറിയ പദ്ധതികളായിരിക്കാം, ചെറിയ പ്ലാനുകളായിരിക്കാം, പക്ഷേ സ്വന്തം സസ്യങ്ങളിൽ അത് വലുതാണ്. ആ സസ്യങ്ങളിൽ വലുതായതിനെ വിത്തിൽ അത് ചെറുതാണെങ്കിലും സസ്യത്തിൽ അത് വളരാൻ തുടങ്ങി, സസ്യങ്ങളിൽ അത് വലുതാകാൻ തുടങ്ങി. സസ്യങ്ങളിൽ വലുതായതിനെ അതിന്റെ നടുവിലേക്ക് അതിന്മേൽ കൂടി വെച്ച് താമസിക്കത്തക്ക നിലയിൽ അതിനൊരു വൃക്ഷമാക്കി. മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തു നിൽക്കുന്ന തലത്തിലേക്കൊരു വളർച്ച ഇത് രാത്രി ഈ സിയോൻ ചർച്ചുകളുടെ പ്രവർത്തനങ്ങളിൽ അത് വ്യാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. 14 ജില്ലകളിലേക്ക് അതിന്റെ വ്യാപനങ്ങൾ കയറി ചെല്ലട്ടെ.
സ്തോത്രം. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളില്, ലോകരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഈ ബൈബിൾ സ്കൂളിന്റെ സ്ഥാപനങ്ങൾ, ഈ ചർച്ചുകളുടെ സ്ഥാപനങ്ങൾ അതിന്റെ വിശാലതയിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സരിത എന്ന് പറഞ്ഞ ഡിവൈസ് അറിയാം, കഥാവിന്റെ ദാസനെ ഹല്ലേലൂയ, ഒരു പൗലോസിനെ പോലെയുള്ള തലത്തിൽ ദൈവാത്മാവ് വളർത്തിക്കൊണ്ടുവരുന്ന ചില അനുഭവങ്ങൾ ഉണ്ട്. പലപ്പോഴും നീ മടിച്ചു നിൽക്കുന്ന അനുഭവമാ, ഞാൻ തടിച്ചെന്നാവുള്ളവനാ, വിക്കന എന്നൊക്കെ പറഞ്ഞ് പല ഉപാധികൾക്കകത്തു നിൽക്കുമ്പോ കർത്താവ് പറയുക കൊണ്ടു ഉപയോഗിക്കപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. ദൈവം അങ്ങനെ തന്നെ ചെയ്യും. അതിന്റെ കാലങ്ങളും ദിവസങ്ങളും സമയങ്ങളും അടുത്തിരിക്കുകയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രി ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്തോത്രം. കർത്താവിനോട് പറയാം, നിങ്ങൾ ആരായി തീർന്നു? നിങ്ങൾ സ്വർഗരാജ്യത്തിന് ശിഷ്യരായി തീർന്നു. അങ്ങനെ ആയിത്തീർന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന നിങ്ങൾ ഇനി ആരാണ്? ശാസ്ത്രീയ അനുഭവത്തിലെ ശാസ്ത്രീയ തലത്തിലേക്ക് ആ ഒരു പോസ്റ്റിലേക്ക്, ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു പോസ്റ്റിലേക്ക് ദൈവരെ ഉയർത്തിയെന്ന്. സ്വർഗരാജ്യത്തിന് ഇവിടെ അവർ ശിഷ്യരായി തീർന്നപ്പോൾ കർത്താവരോട് പറയുക, നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരായി തീർന്ന് നിങ്ങൾ ഇപ്പോൾ ആരാണ്? ശാസ്ത്രി എന്ന തലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശാസ്ത്രിമാരെ കുറിച്ച് സ്തോത്രം നമുക്കറിയാം. പഴയ നിയമ പശ്ചാത്തലത്തിലൊക്കെ നമുക്ക് അതിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ശാസ്ത്രിമാർ, ന്യായശാസ്ത്രിമാരൊക്കെ ചെയ്യുന്ന അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹല്ലേലൂയ, ന്യായപ്രമാണ പഠനത്തിന് വേണ്ടി ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തവരാ. അപ്പോൾ തിരുവഴുത്തുകളെ പഠിക്കുവാൻ സ്തോത്രം ഇവര് അതിന്റെ പ്രതികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശാസ്ത്രിമാരുടെ ഒക്കെ ആവശ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? ആ കാലഘട്ടങ്ങൾ മുൻപോട്ട് വരികയാണ്. ഇവര് തിരുവഴുത്തുകളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം പ്രതികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ ഒക്കെയുള്ളതായ രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ സ്തോത്രം ഇതിനകത്ത് പറയുവാനുണ്ടെങ്കിലും സ്തോത്രം ഇങ്ങനെ ഇവരുടെ പ്രായം എന്ന് പറയും 5 വയസ്സ് മുതൽ തന്നെ ദൈവികമായിട്ടുള്ള വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഒരു ശാസ്ത്രി തന്റെ 13ാമത്തെ വയസ്സിൽ ന്യായപ്രമാണ പുത്രൻ എന്ന സ്ഥാനപ്പേരിലേക്ക് വരികയാണ്. ന്യായപ്രമാണ പുത്രൻ എന്ന സ്ഥാനപ്പേരിലേക്ക് ദൈവരെ കൊണ്ടുവരികയാണ്. സ്തോത്രം. ഇവരെന്നിട്ട് ന്യായശാസ്ത്രിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് 30ാമത്തെ വയസ്സ് വരെ പഠിച്ചതിന് ശേഷം ന്യായപ്രമാണം പഠിപ്പിക്കുവാൻ യോഗ്യതയുള്ള ഒരു ഗുരുവായി ഇവർ തീരുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അപ്പോ 5ാമത്തെ വയസ്സ് മുതൽ ഇവര് പഠിക്കാൻ തുടങ്ങും. ദൈവികമായി വിദ്യാഭ്യാസം ആരംഭിച്ച ഇവർ 13ാമത്തെ വയസ്സിൽ ന്യായപ്രമാണ പുത്രൻ എന്ന പേര് ലഭിക്കുകയാണ്. അതിനുശേഷം ഒരു ന്യായശാസ്ത്രിയുടെ കീഴിൽ ഇവര് ശിഷ്യത്വം സ്വീകരിച്ച് 30ാമത്തെ വയസ്സ് വരുമ്പോൾ ഇവർ ന്യായപ്രമാണം പഠിപ്പിക്കുവാനുള്ള ഒരു യോഗ്യതയിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ യോഗ്യരായി തീർന്ന ഒരു ശാസ്ത്രിക്ക് യോഗ്യതാ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ താക്കോലും കൈവശം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ വെറുതെ ഒരു കർത്താവ് ഈ വാക്കിവിടെ പറയുമ്പോൾ ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ശാസ്ത്രി എന്ന് അവരെ തന്നെ പിൻപറ്റി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയുമ്പോൾ നോക്കിക്കേ, അവരെ ഏത് തലത്തിലേക്കാ കൊണ്ടുവരുന്നത്? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പത്രോസിന് പറയുന്നത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കൈവശം ഏൽപ്പിച്ചിരിക്കുക. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഒരു അസാധാരണ അധികാരമാ പ്രിയരെ ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, കലർപ്പില്ലാതെ നിങ്ങൾ ഈ വ്യാഖ്യാനങ്ങൾ ഏറ്റെടുക്കുന്നു, കലർപ്പില്ലാതെ നിങ്ങൾ ഇതിനകത്തേക്ക് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തിരുവഴുത്തുകളെ ഇവർ പകർത്തുകയാണ്. തിരുവഴുത്തുകളുടെ ഭണ്ഡാരം തുറക്കാനുള്ള അർഹതയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ 52ാമത്തെ വാക്യത്തിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
പറയുന്നത്. തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയത് പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശനാകുമെന്ന് പറയുമ്പോൾ ആ തിരുവെഴുത്തുകളുടെ ഭണ്ഡാരം തുറക്കാനുള്ള അർഹതയെ കുറിച്ച് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധയോടുകൂടി ഇവരെന്ത് ചെയ്യുക? ശാസ്ത്രിമാർ തിരുവെഴുത്തുകളെ പകർത്തുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നു, അതിനെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പലതരത്തിലുള്ളതായ പ്രമാണങ്ങൾ ഇവർ ചമയ്ക്കുന്നു. അതിന്റെ കൂട്ടത്തിലാണ് വിവാഹ ഉടമ്പടി, ഉപേക്ഷണ പത്രം ഒക്കെ ഇവർ തയ്യാറാക്കുന്ന തലത്തിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം ന്യായശാസ്ത്രിമാരുടെ അല്ലെങ്കിൽ ശാസ്ത്രിമാരുടെ ചുമതലകളായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് പരീശന്മാരോടൊപ്പം കപടഭക്തിക്കാരായ അഹംഭാവികളുമായി തീർന്ന ശാസ്ത്രിമാരെ ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലെ? സ്തോത്രം. അങ്ങാടിയിൽ വന്ദനം, പള്ളിയിൽ മുഖ്യാസനം, അത്താഴത്തിൽ പ്രധാന സ്ഥലം ഒക്കെ പ്രിയപ്പെട്ട ശാസ്ത്രിമാരെ കർത്താവ് പരസ്യമായിട്ട് വിമർശിക്കുന്ന ഭാഗങ്ങൾ മത്തായി 23:1 മുതൽ 31, ലൂക്കോസിന്റെ സുവിശേഷങ്ങളിലൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അതൊക്കെ നമ്മുടെ ചിന്താ വിഷയങ്ങളിൽ അവിടുത്തെ ആ ഭാഗങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ആ ശാസ്ത്രിമാരെ കുറിച്ച് പ്രധാനമായി പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവര് ബൈബിളിലെ തിരുവെഴുത്തുകളെ അതായത് ന്യായപ്രമാണങ്ങളെ സ്തോത്രം ഇവര് പകർത്തി എഴുതുന്ന ഒരനുഭവത്തിലേക്ക്, അതിനെ കോപ്പി ചെയ്യാൻ തുടങ്ങുന്ന, പകർത്തിയെടുക്കുന്ന ഒരനുഭവത്തിലേക്ക് വന്നു. ഇവരെയാണ് ശാസ്ത്രിമാരെന്ന് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 2 ഗ്രൂപ്പുകളായിട്ടുള്ള ശാസ്ത്രിമാർ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചരിത്ര ഭാഗങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അമോറൈംസ് എന്നും തന്നായിംസ് എന്നുമാണ് 2 വിഭാഗം ശാസ്ത്രിമാരെ കുറിച്ച് പറയുന്നത്. അമോറൈംസ്, തന്നായിംസ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയാണ് അതിന്റെ കാതലായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരുന്നത്. ഒരക്ഷരമോ ഒരു കുത്തോ കോമയോ കൂട്ടാൻ പാടില്ല. ഈ തിരുവെഴുത്തിനെ, ന്യായപ്രമാണത്തെ ഇവർ പകർത്തി എഴുതുമ്പോഴേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർ പകർത്തി എഴുതുമ്പോ അതിനകത്തൊരു കുത്തോ ഒരു കോമയോ ഒന്നും കൂട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ റെഫറൻസ്, ബൈബിൾ വാക്യങ്ങൾ റെഫറൻസ് വാക്യ മത്സരത്തിനൊക്കെ പകർത്തി സ്തോത്രം മനഃപ്പാഠമാക്കി എഴുതുമ്പോൾ ദൈവത്തിന് സ്തോത്രം വാക്യം എഴുതുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രാധാന്യതയോട് കൂടെ തന്നെ ചില വാക്യങ്ങളൊക്കെ നമുക്ക് കുത്തും കോമയും ഇട്ട് സ്തോത്രം ഉള്ളതായ രീതിയിൽ അതിനെ എഴുതുന്നു. ചിലത് ഫുൾ സ്റ്റോപ്പ്, ചിലത് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ മുൻപോട്ട് പോകുന്നു. എന്ത് കൃത്യമായിട്ടാണ് ബൈബിൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ കൈന്നിട്ട് ഒന്നും ഇവിടെ പറയാനോ എടുക്കാനോ എഴുതാനോ വ്യവസ്ഥയില്ലെന്നാണ് ഹല്ലേലൂയ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ വ്യക്തമാക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇവരെങ്ങനെയാ പകർത്തി എഴുതുന്നത് അറിയാമോ? ഇവർ ആദ്യം അക്ഷരങ്ങൾ എണ്ണി നോക്കും. അക്ഷരങ്ങൾ എണ്ണി നോക്കിയിട്ട് അത് കൃത്യമായി എഴുതും. അക്ഷരം അവിടെ കൂട്ടാൻ പാടില്ല. സ്തോത്രം. ബൈബിൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എത്തപ്പെട്ടതിന് പിന്നിൽ ഇവർക്ക് വലിയ പങ്ക് ഉണ്ട് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തുകളെ പകർത്തി എഴുതുവാൻ അധികാരമുള്ള ശാസ്ത്രിമാർ ഒരു കുത്തോ കോമയോ അക്ഷരങ്ങളോ കൂട്ടാതെ, ഒട്ടും കലർപ്പില്ലാതെ, ഒട്ടും ദുരുപദേശങ്ങൾ ചേർക്കാതെ അതിൻ്റെതായ നിലയിൽ പകർത്തി എഴുതുന്ന അനുഭവങ്ങൾ. അങ്ങനെയെങ്കിൽ സർവശക്തനായി കർത്താവ് ഈ ശിഷ്യന്മാരെ നോക്കി പറയുക, നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരാ, ശരി, പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെ ഇങ്ങനെ സംബോധന ചെയ്യുക, നിങ്ങൾ ശാസ്ത്രിമാരായി തീർന്നെന്ന്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കേട്ട നിങ്ങൾ, ഈ ഉപമകൾ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളെ കൊണ്ട് ഞാൻ ഇതിന്റെ മഹത്വവും വിശേഷണങ്ങളും പറഞ്ഞില്ലേ? പറഞ്ഞുവെങ്കിൽ അത് കേട്ട നിങ്ങൾ അതിന്റെ കോപ്പിയായി പലരിലേക്കും അതിനെ പകർത്തുന്ന ഒരനുഭവം യേശുവിന്റെ നാമത്തിൽ അത് എത്ര പേർക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. പിടിച്ചെടുക്കുവാൻ പറ്റുന്നുണ്ട്. ഇത്
മുഴുവൻ കർത്താപ്പച്ചിയുടെ അധരങ്ങളിലൂടെ കേട്ടത് മുഴുവൻ ഹല്ലേലൂയ പകർത്തി കൊടുക്കത്തക്ക നിലയിൽ, ലോകത്തിനു മുൻപിൽ തെളിവായി വരച്ച് കാണിക്കത്തക്ക നിലയിൽ, ഇതിനൊരു കലർപ്പും വരുത്താതെ, ഇതിനൊരു പോറലും ഏൽപ്പിക്കാതെ, ഇതിനകത്ത് ഒന്നുകൂടി കൂട്ടിച്ചേർക്കാതെ അക്ഷരങ്ങൾ കൃത്യതയോടെ എണ്ണി ഹല്ലേലൂയ അവൻ മറ്റൊന്നും കൂട്ടാതെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ സ്തോത്രം ലോകത്തിനു മുൻപിൽ തെളിവായി വരയ്ക്കുന്ന ഒരനുഭവത്തിലേക്ക് ഹല്ലേലൂയ ശമന ജഗന ശിഷ്യനായി തീർന്ന ശാസ്ത്രി നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഇവിടെയാണ് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ശാസ്ത്രിയുടെ യഥാർത്ഥ ശുശ്രൂഷ എന്തെന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ ഇവിടെ കോപ ചേർക്കാൻ പാടില്ല. ഇവിടെ കൈന്നിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്, കൈന്നിട്ട് ഒന്നും എഴുതാൻ പറ്റത്തില്ലെന്ന്, കൈന്നിട്ടൊന്നും അതിനെ വികൃതമാക്കുവാൻ വിരൂപമാക്കുവാൻ ഈ കാലഘട്ടങ്ങൾ തിരുവഴുത്തുകളെ വിരൂപമാക്കുമ്പോ കൈന്നിട്ട് പലതും പറഞ്ഞു പിടിപ്പിക്കുമ്പോ എഴുതി പിടിപ്പിക്കുമ്പോൾ ശോഭന ഹതുരി ജലഘടകസി ഹത്തര കറനീർന്ന അനുഭവത്തിൽ കറനീർന്ന സുവിശേഷം മുൻപിൽ നിൽക്കവേ അതിനെ കണ്ടവർ, തൊട്ടവർ, അനുഭവിച്ചറിഞ്ഞവർ ഒരുമിച്ച് പറയുക സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇവനിൽ മാത്രമേ രക്ഷയുള്ളൂ, ഇവനാ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അങ്ങനെ അനുഭവിച്ച പത്രോസ പന്തിരുവടോട് നടുവിൽ എഴുന്നേറ്റു നിന്ന് കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. അധർമ്മികളുടെ കയ്യിൽ അവൻ കൊല്ലപ്പെട്ടിട്ടു, അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊണ്ടിട്ടു, ഇതാ സ്വർഗീയ വ്യാപാര ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ അവൻ കരുതിയിരുന്ന സുവിശേഷത്തെ അതേപടി അവൻ അവരുടെ നടുവിൽ വരച്ചു കാട്ടുവാൻ ഇടയായത്. കർത്താവ് പറയുക, നിങ്ങൾ ശാസ്ത്രിയായി തീർന്നതാ. തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യവൃന്ദങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെ അതിനകത്തേക്ക് കൈപിടിച്ചു നടത്തിയ കർത്താവ് ഇന്ന് രാത്രി നമ്മെ സംബോധന ചെയ്ത് ഇന്ന് രാത്രി പറയുകയോ സ്തോത്രം സ്തോത്രം ഒന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തെ പകർത്തി എഴുതുവാൻ തയ്യാറാകുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്. കർത്താവിൽ ആമേൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അറിയാവുന്ന ഒരു ശാസ്ത്രിയാണ് എസ്രാ ശാസ്ത്രി, അല്ലെ? മറ്റു പല ശാസ്ത്രിമാരുടെ പേരുകളൊന്നും ഈ ബൈബിളിനകത്ത് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും എസ്രാ ശാസ്ത്രിയുടെ പേരുകൾ സ്തോത്രം പല നല്ല അനുഭവത്തോടു കൂടി തന്നെ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എസ്രാ ശാസ്ത്രിയെ സ്തോത്രം 8-ാം അധ്യായത്തിലും 7-ാം എസ്രായുടെ പുസ്തകം 7-8 ഭാഗങ്ങൾ ഒക്കെ നമുക്ക് വളരെയധികം നമ്മളെ വിസ്മയിപ്പിക്കുന്ന തലത്തിലാണ് എസ്രായുടെ കാര്യങ്ങളൊക്കെ അവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായി തീരേണ്ടതിന് ഇതാ അവിടെ യാത്രയുടെ ശുഭയാത്രയ്ക്ക് വേണ്ടി, അല്ലെ, അനുഗ്രഹത്തിന് വേണ്ടി ഉപവസിച്ച് കരയുന്ന ഒരു എസ്രാ ശാസ്ത്രി. സ്തോത്രം 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 ഹല്ലേലൂയ. തങ്ങളുടെ യാത്ര ശുഭകരമായി തീരുവാൻ കാരണം യെരൂശലേമിന്റെ ആലയത്തിന്റെ പണികൾക്ക് വേണ്ടിയാ, സ്തോത്രം അതിന്റെ ഇടിവുകളെ പണിതെടുക്കാൻ വേണ്ടിയാ ഹല്ലേലൂയ മുൻപോട്ട് പോകുക, നിയോഗിക്കപ്പെട്ടവരായി പോകുക. സ്തോത്രം. എന്നാൽ പോകുന്നതിന് മുൻപേ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ഉപവാസം പ്രസിദ്ധം ചെയ്യുന്ന എസ്രായുടെ 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുക, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഏതിനെ കുറിച്ച്? അവരുടെ യാത്രയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ. ഹല്ലേലൂയ. ശമന ധന റബന ഹതുരി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുകയാണ്, എന്തിനെ കുറിച്ച് ഓർത്താ പ്രാർത്ഥിക്കുന്നത്? ഏത് വിഷയത്തിന്റെ അകത്താ നിന്ന് അവൻ ഉപവസിച്ച് കരയുന്നത്? അവൻ ഇങ്ങനെ ശാസ്ത്രിയോട് ചൂട് ചോർത്ത് നമുക്ക് പറയാം, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. തങ്കമാമേ ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഉപവസിച്ച് കരയുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ സാക്ഷീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലേക്ക് ദൈവം കൊണ്ടുവരും. എങ്ങനെ? ദൈവത്തോട് ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു,
വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഈ അവൻ വാക്കുകൾ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ അടുത്തുവെന്ന്, ആ ദിനങ്ങൾ അടുത്തുവെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാമോ? കർത്താവ് പറയുക അത് തന്നെ ദൈവം ചെയ്തെടുക്കുമെന്ന്. അപ്പോൾ ഉപവസിക്കുന്ന ശാസ്ത്രി, പ്രാർത്ഥിക്കുന്ന ശാസ്ത്രി, അവൻ അവരുടെ ജീവിതത്തിനകത്ത് ആ വിടുതലുകൾ അവർ ആത്മാവിൽ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവൻ എസ്രായെ കുറിച്ച് പറയുന്നത് അവൻ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നെന്ന്. യഹോവ നൽകിയ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു എസ്രാ ശാസ്ത്രി. എന്താണ്? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ അവൻ എസ്രാ ശാസ്ത്രിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോ ശാസ്ത്രി ആമേൻ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ആമേൻ ആ തിരുവഴുത്തുകൾ എന്ത് ചെയ്തു? ആ ജനമെല്ലാം കേൾക്കെ അത് വായിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. 9-ാം അധ്യായത്തിലും ആമേൻ ഒക്കെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോ എസ്രാ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾ, പുരുഷന്മാർ, പൈതങ്ങൾ, ഇസ്രായേലിയുടെ ഏറ്റവും വലിയ സഭ അവരുടെ അടുക്കൽ വന്നുകൂടി. ജനങ്ങൾ എന്ത് ചെയ്തു? വളരെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം എടുത്ത് ഹല്ലേലൂയ ഇവർ വായിക്കുമ്പോൾ ആമേൻ അതൊക്കെ കേട്ട് ഇവർ കരയുന്ന ചില അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ന്യായപ്രമാണം കാണാതെ പോയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടുപിടിച്ച് ആമേൻ, സ്തോത്രം, ആ വായിക്കുമ്പോൾ ശാസ്ത്രിമാർക്ക് അതിനുള്ള അധികാരം. അങ്ങനെ വായിക്കുമ്പോൾ അത് വായിച്ചു കേട്ട് ജനം നിലവിളിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ എസ്രായുടെയും നെഹമ്യാവിന്റെയും പുസ്തകത്തിലൊക്കെ മനസ്സിലാക്കുവാൻ കാണുന്നുണ്ട്. ഒന്നും കൂട്ടിച്ചേർക്കാതെ കറതീർന്ന അനുഭവത്തിൽ അത് വായിച്ചു കൊടുക്കുമ്പോൾ ജനം അതിന്റെ മുൻപിൽ കവിണ്ണു വീണ് കരയുന്ന അനുഭവങ്ങൾ, വളരെ കരയുന്ന അനുഭവങ്ങൾ. അങ്ങനെയെങ്കിലും രാത്രി തമ്പുരാൻ നമ്മോട് പറയുകയാ, ശിഷ്യനായി എവിടെ? സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന കർത്താവ് നിങ്ങളെ ഒരു ശാസ്ത്രീ തലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാൽ അതിന്റെ മുൻപിൽ ആമേൻ കറതീർന്ന അനുഭവത്തിൽ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശ്വാസം കൊണ്ടും എല്ലാ നിലവാരത്തിലും ഒരു കുത്തോ കോമയോ ഒന്നും കൂട്ടിച്ചേർക്കാൻ പോകാതെ, ഉള്ളതൊന്നും വെട്ടിത്തിരുത്തുവാൻ പോകാതെ, ഹല്ലേലൂയ, ആമേൻ, റിയലായി ആമേൻ ജീവിക്കുന്ന ഒരു ഉത്തമ ശിഷ്യനായി ഹല്ലേലൂയ ആമേൻ നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അവരാണ് ഉപവസിക്കുന്നത്, അവരാണ് പ്രാർത്ഥിക്കുന്നത്, അവരാണ് കരയുന്നത്, അവർക്ക് വേണ്ടിയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഈ ദൂതുകൾ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായി ഒരു പ്രാവശ്യം കൂടി ഈ കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ നിങ്ങൾ സമർപ്പിക്കപ്പെട്ടു.